ഹലോ ഹായ് വെൽക്കം എവറി വൺ. കനേഡിയൻ ഇമിഗ്രേഷനിൽ ഒരുപാട് അപ്ഡേറ്റ്സ് ഒന്നും അങ്ങനെ വരുന്നില്ല. പല ന്യൂസുകൾ വരുന്നതും എൻകറേജിങ് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസുകളൊന്നും ഇല്ല. അപ്പം സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ന്യൂസ് പറയാൻ ആർക്കും അധികം വലിയ താല്പര്യം കാണത്തില്ല. ബട്ട് എങ്കിലും നമ്മുടെ എൻ്റെ ഒരു 3000 മേലെ വരുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഒരു വൺസ് എ മന്ത് എങ്കിലും കൊടുക്കാതിരുന്നാൽ അതും ഒരു മോശമായിട്ട് തോന്നുന്നു. അപ്പോൾ ആ സ്ഥിതിക്ക് ഞാൻ ഒരു 3-4 അപ്ഡേറ്റ്സ്, പിന്നെ കൂടെ 1-2 കോടതികളിൽ, പ്രത്യേകിച്ച് റെഫ്യൂജി അപ്പീൽ കോർട്ടിലും ഇമിഗ്രേഷൻ അപ്പീൽ കോർട്ടിലൊക്കെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള 1-2 കേസുകൾ നമ്മൾക്ക് വിജയിക്കാൻ പറ്റി. അത് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം ഇതിവിടെ കാനഡയിൽ ഇന്ന് ഡിപ്പോർട്ടേഷൻ ഫേസ് ചെയ്യുന്ന, റിമൂവൽ ഓർഡർ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇനി ഇങ്ങനെയുള്ള റിമൂവൽ ഓർഡറൊക്കെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഈവൻ കുടുംബങ്ങൾ പോലും അപ്പോൾ ഇനിയും കാനഡയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ക്ലെയിമിലും ബിൽ C-12 വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് എലിജിബിലിറ്റി ലെറ്റർ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ക്ലെയിം ചെയ്യുന്നവർക്കും വരുന്നുണ്ട്. പക്ഷേ അവരുടെ കാര്യത്തിൽ കൂടി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്, കഴിയുന്നത്ര വീഡിയോ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ പല കാര്യങ്ങളും ഇതിൽ കവർ ചെയ്യാൻ നോക്കാം. അത് ഈ പറഞ്ഞ പോലെ എന്നും ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന എല്ലാവർക്കും ഡയറക്റ്റ് അത് യൂസ്ഫുൾ ആണെന്നില്ല. ബട്ട് എങ്കിലും നിങ്ങൾക്ക് അറിയുന്ന പലർക്കും ഇത് ചിലപ്പം ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് ചിലപ്പം ഒത്തിരി ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം ഒണ്ടാരിയോ PNP. അതായത് ഒണ്ടാരിയോ നിങ്ങൾക്കെല്ലാം അറിയാം, കാനഡയിലെ ഏറ്റവും ലാർജസ്റ്റ് പ്രോവിൻസാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് PNP വഴി PR കിട്ടാൻ സാധ്യതയുള്ളൊരു പ്രോവിൻസായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻസ് ഓൾറെഡി സിസ്റ്റത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, അപ്ലൈ ചെയ്തവരൊക്കെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി May 30 അവരിതൊക്കെ കംപ്ലീറ്റ് ഇന്നുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇൻവാലിഡ് ചെയ്തു. അപ്പം ഒരു മാസത്തിനകത്ത്, അതായത് ഒരു ജൂൺ എൻഡിനകത്ത് അവർ പുതിയ അനൗൺസ്മെൻറ്റുമായിട്ട് വരുന്ന പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സിഗ്നൽസ് തന്നിട്ടുണ്ട്. അതായത് മേജർ ചേഞ്ചസ് വരാൻ സാധ്യത. ഇതൊന്നും ഒരു കൺഫേം ന്യൂസ് അല്ല, ഇൻഡിക്കേഷൻസ് ആണ്. അതുകൊണ്ട് അതിൽ ഒന്ന് Tier 03 ട്രാക്ക് പറയുന്നു, വേറൊന്നിൽ Tier 45 ട്രാക്ക് പറയുന്നു. പിന്നെ കൂടാതെ പ്രിയോറിറ്റി ഹെൽത്ത് കെയർ സ്ട്രീം എന്തായാലും കാണും, കാരണം അത് ഇവിടുത്തെ ഹൈ ഡിമാൻഡ് കാറ്റഗറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൂടാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ഓൺടർപ്രനർ സ്കീം, അത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ബട്ട് അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡും സത്യം പറഞ്ഞാൽ വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ടൊക്കെ റൺ ചെയ്തൊരു പ്രോഗ്രാമാണ്. അത് ക്ലോസ് ചെയ്തിട്ട് എൻ്റെ അറിവിൽ ഒരു 1-2 വർഷമായി, 2-3 വർഷമായി. ബട്ട് ഇപ്പോൾ അത് റീഓപ്പൺ ചെയ്യുന്നു, റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ബട്ട് അഗെയിൻ വി ഡോണ്ട് നോ ഹൗ ദിസ് ടൈം. ഡെഫിനറ്റ്ലി ദേ മസ്റ്റ് ഹാവ് ലേൺ ഫ്രം മിസ്റ്റേക്സ് ആൻഡ് പ്രോബബ്ലി ദേ ആർ കമ്മിങ് ഔട്ട് വിത്ത് സംതിങ് മച്ച് മോർ പ്രൊഡക്റ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ആൻഡ് പ്രാഗ്മാറ്റിക് ഫോർ ഓൾ ദീസ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഫ്രം എബ്രോഡ്. അപ്പോൾ അത് മിക്കവാറും എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ബിഗ് സിറ്റീസിൽ ഒരു ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, സ്മോൾ സിറ്റീസിൽ ഒരു ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ദർ ആർ സം ക്വാളിഫൈഡ് ബിസിനസ് പ്രോഗ്രാംസ്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാനഡൻ്റെ PR അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ബട്ട് അതിൻ്റെ ഈവ്സ് ആൻഡ് ബട്ട്സും അതിൻ്റെ കണ്ടീഷൻസും മറ്റുള്ള എലിജിബിലിറ്റി ഫാക്ടേഴ്സൊക്കെ ഡീറ്റെയിൽഡായിട്ട് വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ. ബട്ട് ഐ എം ഹാപ്പി ഇൻ എ വേ ദറ്റ് അറ്റ്ലീസ്റ്റ് ദേ ആർ ഡൂയിങ് സംതിങ് ഫോർ ദ ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില പ്രോഗ്രാംസേ ഉള്ളൂ. അതൊക്കെ കുറേ കൂടി ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പം ആ സ്ഥിതിക്ക് ഇപ്പം നമുക്ക് ആൽബർട്ടയിലെ ചില റൂറൽ ഏരിയയിലൊക്കെ ആൾക്കാർ 100,000-200,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് വാങ്ങിച്ച് വരുന്ന പോലെ ഒണ്ടാരിയോയിലും കൂടി ആൾക്കാർക്ക് സ്മോൾ ടൗൺസിലേക്കെല്ലാം വന്ന് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാനും കാനഡയിൽ ഫാമിലിയായിട്ട് മൂവ് ചെയ്യാനൊക്കെ ഉള്ള ചില പ്രോഗ്രാം ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു സ്ട്രീമും കൂടി വരാൻ സാധ്യത, അത് എക്സെപ്ഷണൽ ടാലൻറ്റ് സ്ട്രീം. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ വളരെ ഹൈ എൻഡ് പ്രൊഫഷണൽസ്, പ്രധാനത്തിന് ചിലപ്പം സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്സ്പേർട്സ്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ്, ആ ലെവലിലൊക്കെ ഉള്ള വളരെ കാനഡയിൽ ഡിമാൻഡും എന്നാൽ എക്സ്ട്രീം ലെവൽ ഓഫ് നോളജും എക്സ്പെർട്ടൈസൊക്കെ ഉള്ള ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വിചാരിക്കുന്നു. ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് വി ആർ എക്സ്പെക്ടിങ് ബൈ എൻഡ് ഓഫ് ജൂൺ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ നെക്സ്റ്റ് വീഡിയോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നോക്കാം. ഇതിൻ്റെ മെയിൻ പർപ്പസ് ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫേക്ക് ജോബ് ഓഫേഴ്സ് ഇവിടെ ഒണ്ടാരിയോ നടക്കുന്നുണ്ട്. അതായത് ഫേക്ക് പേറോൾസ് ഒക്കെ നടത്തിയിട്ട് അത് ഇവർ ഓഡിറ്റൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചതിൻ്റെ പേരിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോൾ പ്രോഗ്രാം ഈസ് ഗെറ്റിംഗ് ഓവർഹോൾഡ്. പിന്നെ സെക്കൻഡ് അപ്ഡേറ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എക്സ്പ്രസ് എൻട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുള്ളത്. അത് കുറേ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞാലും ഇതുവരെ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ബട്ട് ഇസ് എക്സ്പെക്റ്റഡ് എനി ടൈം. അപ്പോൾ അങ്ങനെ അതിൽ മിക്കവാറും വരാൻ സാധ്യതയുള്ള ചില ചേഞ്ചസിന് ഒന്ന് ലാംഗ്വേജ് ടെസ്റ്റാണ്.
അത് മിനിമം CLB 6 മാറ്റാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ബട്ട് യു വെയിറ്റ് ആൻഡ് സീ. തന്നെ ഹൈ വേജ് ലോ വേജ് അനുസരിച്ചിട്ട് ഹൈ വേജുകാർക്ക് കൂടുതൽ ഇൻവിറ്റേഷൻ കിട്ടാനുള്ളൊരു സാധ്യതകൾ അവിടെ തെളിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രേഡ് പിന്നെ ഡ്രോസ് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പുതിയ ഫീൽഡിലൊക്കെ പോകുന്നെങ്കിൽ ട്രേഡിന് പ്രയോറിറ്റി കൊടുക്കാൻ നോക്കുക. പിന്നെ സിബ്ലിങ്സിന് ബോണസ് പോയിന്റ് കൊടുക്കുന്നുണ്ട്, 15 പോയിന്റ്സ് എന്തോ, അത് എടുത്തു കളയാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസാണ് ഈ പിന്നെ ഇമിഗ്രേഷൻ അപ്പീൽ കോർട്ടിൽ പോയിട്ട് ഒരു ക്ലയൻറ്റിന് അദ്ദേഹത്തിൻ്റെ വൈഫും പിന്നെ 3 പിള്ളേരുണ്ട്. 3 പിള്ളേർ 2 മക്കൾ ഓട്ടിസ്റ്റിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു സങ്കടമുള്ള അവസ്ഥയായിരുന്നു. കാരണം പുള്ളി അറ്റ് ദ വർക്ക് പ്ലേസ് ഹി വാസ് ഇൻവോൾവ്. അലിഗേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവരെ എല്ലാവരും ഇവരെ നാട്ടിലോട്ട് പിന്നെ ഡിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികളുടെ കാര്യമൊക്കെ ഒത്തിരി കഷ്ടമായിരുന്നു. കനേഡിയയിൽ ജനിച്ച കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കൂടി ആർഗ്യ ചെയ്യാൻ എളുപ്പമായി. അപ്പോൾ ഇവൻച്വലി സംഹൗ ദ കോർട്ട് ഹാസ് റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വിൽ ബി റിയലി ഹാംഫുൾ ഇൻ കേസ് ദേ ആർ സെൻഡ് ബാക്ക് ഫ്രം കാനഡ. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ IAD കോർട്ടിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഡിസിഷൻ കിട്ടി. അതൊരു വലിയൊരു ആശ്വാസമാണ് ഒരു 5 മെമ്പർ ഫാമിലിക്ക്. അപ്പം അവരുടെ ഓൾമോസ്റ്റ് ലൈക്ക് ദേ വർ അറ്റ് ദി ലാസ്റ്റ് മിനിറ്റ് ഓഫ് ഡിപ്പാർട്ടേഷൻ സ്റ്റേജ്. ആ ഒരു സ്റ്റേജിൽ നിന്ന് അവർ നമുക്ക് അപ്പീൽ കോർട്ടിൽ പോയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റി. ഇമിഗ്രേഷൻ കോർട്ട് ആക്ച്വലി കേട്ടില്ല, അവരും നമുക്ക് ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് വിധി വന്നത്. ഇപ്പം ലാസ്റ്റ് ടൈം ഇമിഗ്രേഷൻ അപ്പീൽ കോർട്ടിൽ പോയിട്ടാണ് പോസിറ്റീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടുന്ന് കാനഡയിൽ നിന്ന് പോകാൻ പറഞ്ഞാലും നിങ്ങളിവിടെ ഓവർ സ്റ്റേ ചെയ്താലും, വേറൊരു കേസ് നമുക്ക് 3 ഇയേഴ്സ് കാനഡയിൽ ഓവർ സ്റ്റേ ചെയ്തൊരു കുട്ടി, നമുക്ക് മലയാളി കുട്ടി തന്നെ, അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ളതെ പിന്നെ നമ്മൾക്ക് റെഫ്യൂജി അപ്പീൽ കോർട്ടിൽ ഒരു സർദാർജിയാണ്, അദ്ദേഹത്തിൻ്റെ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. മോൺട്രിയലിൽ വേറെ ഏതോ വഴി പോയിട്ട് റെഫ്യൂസ് ആയതാണ്. അത് നമ്മളുടെ അപ്പീലിന് വന്നു, fought it in the court and got the job done. Okay, approved. പല കേസുകളിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് ലിവിങ് ഇൻ കാനഡ ഓൺലി, if you want to someone to really guide you and help you with the best fight possible, then we are there to help you with that. അപ്പോൾ ഇതൊക്കെ ഫോണിലൊക്കെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇൻ കേസ് അങ്ങനെയൊക്കെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് സീരിയസ് സിറ്റുവേഷനിലാണ് നിങ്ങളാണെങ്കിൽ യു ക്യാൻ ബുക്ക് എ സൂം കൺസൾട്ടേഷൻ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അപ്ഡേറ്റ് വരാനുള്ളത് ഈ പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്ത ആൾക്കാർ, റീസെൻ്റ്ലി ചെയ്തവർ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ബിൽ C-12 വന്നത് പിന്നെ ഒരുപാട് പേര് അവർ ഡിസ്ക്വാളിഫൈ ചെയ്തു. അപ്പോൾ അവർക്കെല്ലാം ഇപ്പോൾ ലെറ്റർ കിട്ടുന്നുണ്ട്, അത് നിങ്ങൾ ഇന്നെലിജിബിൾ ആണ്, യു മേ ഹാവ് ടു ലീവ് കാനഡ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്ത ആൾക്കാർ നമ്മുടെ സ്വന്തം ക്ലയൻസ് തന്നെ, ഇറ്റ്സ് എ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് സിറ്റുവേഷൻ. നിങ്ങൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും തിരിച്ചു പോകണം. നിങ്ങൾ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ കാനഡ നിങ്ങളോട് നിങ്ങളുടെ വർക്ക് പെർമിറ്റും മറ്റേ ഇതൊക്കെ ഇൻവാലിഡ് ആയിക്കഴിഞ്ഞാൽ, എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ, ഒരു ബിയോണ്ട് ദ പീരിയഡ് നിങ്ങൾ രജിസ്ട്രേഷൻ എല്ലാ ശ്രമവും നടത്തി, പിന്നെ റീ അപ്ലിക്കേഷൻ ചെയ്തു, റീകൺസിഡറേഷൻ റിക്വസ്റ്റ് ചെയ്തു, ഒന്നും നടന്നില്ല, നിങ്ങൾ എന്തായാലും കാനഡ തിരിച്ചു പോകണം. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേറെ നാട്ടിൽ തിരിച്ചു പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ആ കാരണം പറഞ്ഞുകൊണ്ട് പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യുകയോ HNC അപ്ലൈ ഒക്കെ ചെയ്താൽ എല്ലാത്തിനും അതിൻ്റെതായ ചില നിയമങ്ങൾ വേറെയുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്ത ഒരാളാണെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ IRCC ക്യാൻ കം ബാക്ക് ആൻഡ് ടെൽ യു സ്റ്റിൽ യു ഹാവ് ടു ലീവ് കാനഡ. അങ്ങനെ ഇനി പറഞ്ഞാൽ തന്നെ വി ഡോണ്ട് നോ വെൻ ദേ ആർ ഗോയിങ് ടു കം ബാക്ക്. ചില ക്ലയൻസൊക്കെ നമുക്ക് ഒരുപാട് പേര് ചോദിക്കും, സാർ എനിക്ക് ഉറക്കം വരുന്നില്ല, ഇത് എപ്പോഴാണ്, എന്താ ആവണേ, എങ്ങനെയാവണം. Nobody is stopping you from leaving Canada. You can take your passport and go back. Nobody is stopping you, correct? So you want to leave Canada, then no issues. But you want to stay back, you'll have to wait. Because you are in the queue, correct? They will be calling you for an interview at CBSA offices. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്നാ കാനഡയിൽ വിടുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വിടാൻ പറ്റത്തില്ല, നമുക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ PRRA എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ചെയ്യാൻ പറയും. ആ PRRA ആപ്ലിക്കേഷൻ നിങ്ങൾ അവർ അലോ ചെയ്താൽ പിന്നെ അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ വർക്ക് പെർമിറ്റ് ഇല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ ഡിസിഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഡിസിഷൻ പോസിറ്റീവ് ആണെങ്കിൽ യു ആർ സ്റ്റേയിങ് ബാക്ക്, യു ഗെറ്റ് യുവർ PR, അപ്ലൈ ഫോർ PR. If the decision is negative, still you have a chance of going to federal court for appeal. അത്ര എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. അത് മിക്കവാറും കേസിൽ അവർ PRRAക്ക് പെർമിഷൻ തരും. PRRAക്ക് പെർമിഷൻ തന്നാൽ, PRRA എന്ന് പറഞ്ഞാൽ പ്രീ റിമൂവൽ റിസ്ക് അസസ്മെൻറ്റ്, ആ ആപ്ലിക്കേഷൻ നമുക്ക് പെർമിഷൻ തന്നാൽ നമ്മൾക്ക് പിന്നെ അത് വെച്ചിട്ട് കുറേ സമയം വാങ്ങിക്കാം. അതിൻ്റെ പേരിൽ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാം. വർക്ക് പെർമിറ്റ് ഇല്ലാത്തവരാണെങ്കിൽ, ഉള്ളവരാണെങ്കിൽ കണ്ടിന്യൂസ് വർക്കിംഗ്. അപ്പം ബൈയിങ് ടൈം ആൻഡ് probably giving your best fight possible, playing hardball, and then just never giving it up. And at one point, in case even if you get refusal of PRRA, then if you have the will, if you are really determined to live in Canada, you have to give the best fight, then you can go for JR, which is judicial review. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തോന്നുന്നു ഒരുപാട് നീണ്ടുപോയെന്ന് തോന്നുന്നു. കാരണം കുറേ കാര്യങ്ങൾ ഞാൻ ഒരു മാസത്തിലൊക്കെ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ഒരു വീഡിയോയിൽ തന്നെ കവർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ്
you like and comment, and if you like the video, please don't hesitate to share this with others, and also make some comments in case you want me to talk about anything specific in the next videos. Thank you and have a great day. Bye.